പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിനവും നാം ഏവരും അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും തമ്പുരാന് അർപ്പിക്കാം. ഈ മാസത്തിൻ്റെ 3-ാമത്തെ ശനിയാഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ പരമകാരുണ്യവാനായ ദൈവം നമുക്ക് കൃപ നൽകി. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 6 വേഴ്സ് 23 നാം ഇപ്രകാരം വായിക്കുന്നു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രയേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു കഥാപാത്രമാണ് രാഹാബ്. രാഹാബിനെ ഒരു നെഗറ്റീവ് റോളിലാണ് വേദപുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നത്. എന്നാൽ ആ രാഹാബ് ചെയ്ത ഒരു ധന്യമായ പ്രവൃത്തി അവരുടെ ദേശമായ യെരിഹോവ് ഇസ്രായേൽ ജനം പിടിച്ചടക്കി ചുട്ട് ചാമ്പലാക്കുന്നതിന് മുൻപായി അവിടെ നിന്നും ഈ രാഹാബ് മുഖാന്തരം രാഹാബിന്റെ പേരൻസും ചാർച്ചക്കാരും സകലരും വിടുതൽ പ്രാപിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ശിത്തീമിൽ നിന്നും 2 പേരെ ഒറ്റുനോക്കുവാനായി യെരിഹോ എങ്ങനെയുണ്ട്, ഏത് നിലയിൽ നമുക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ളത് വളരെ രഹസ്യമായി അറിയേണ്ടതിന് ഒറ്റുകാരായി അയക്കുന്നു. ഇതറിഞ്ഞ് യെരിഹോ രാജാവിന്റെ സൈന്യങ്ങൾ ആളുകൾ തിരക്കിയിറങ്ങുന്നു. ഈ സമയത്താണ് രാഹാബ് ഈ സഹോദരന്മാരെ ഒളിപ്പിക്കുകയും അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. അവളോട് സത്യം ചെയ്തിരുന്നു, അതെ, ഞങ്ങൾ ഈ പ്രദേശം പിടിച്ചടക്കുമ്പോൾ നിന്നെ നിശ്ചയമായും നശിപ്പിക്കാതെ രക്ഷിക്കും. അതിനുള്ള അടയാളങ്ങളൊക്കെ കൊടുത്തതുമൊക്കെ നമുക്കറിയാം. അങ്ങനെ ദൈവം യെരിഹോ യോശുവയുടെ കയ്യിൽ അഥവാ ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ ചെയ്ത ഉടമ്പടി സത്യം മറക്കാതെ തെറ്റിക്കാതെ ആ 2 ഒറ്റുകാരെയും വിട്ട് രാഹാബിനെയും കുടുംബത്തെയും അവർ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചിട്ട് യെരിഹോവിന് തീയിട്ടതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതിനകത്ത് കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, നാം ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി സത്യസന്ധമായി ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുന്നവനല്ല നമ്മുടെ ദൈവം. അത് വേണ്ട സമയത്ത് ഓർത്ത് അതിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ലോത്തിന്റെ ജീവിതം നാം നോക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ സോദോം ഗോമോറയിൽ നിന്ന് വിടുവിച്ചു. പക്ഷേ ആ വിടുതല് പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ ലോത്തിന് കഴിയാതെ പോയി. അതാണ് ലോത്തിന് വന്ന കുഴപ്പം. ദൈവം വിടുവിക്കാഞ്ഞിട്ടല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പേര് കേൾക്കാനും ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനും
മുഖ്യാസനം ആഗ്രഹിച്ചു, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനുമാണ് ചെയ്യുന്നത്, നിശ്ചയമായും അങ്ങനെയുള്ളവരുടെ പേര് മണ്ണിൽ എഴുതി തീരുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയും നമ്മെ ദുഷ്ടരോടുകൂടെ നശിപ്പിക്കാതെ നമ്മെ ഓർത്ത് വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതാണ് രാഹാബിൽ കൂടെ രാഹാബിന്റെ പേരൻസിനും ചാർച്ചക്കാർക്കും കിട്ടിയ ഒരു വലിയ വിടുതൽ. അവരുടെ പ്രദേശം പിടിച്ചടക്കി, അവരുടെ പ്രദേശം തീയിട്ട് ചുട്ട് നശിപ്പിച്ചപ്പോൾ രാഹാബും കുടുംബവും മാത്രമേ വിടുതൽ പ്രാപിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാനും നമ്മുടെ കുടുംബവും ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സത്യസന്ധമായി, ആത്മാർത്ഥമായി, ആരെയും കാണിക്കുവാനോ ആരുടെയും പേരും പ്രശംസയും പിടിച്ചു പറ്റുവാനോ അല്ലാതെ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക ബന്ധവും ആ കവനന്റും ഉറപ്പിച്ചാൽ നിശ്ചയമായും നമ്മെ ഓർത്ത് തക്ക സമയത്ത് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അതെ, യോശുവ ആ ഒറ്റുകാരോട് പറയാണ്, നിങ്ങൾ പോയി അവരെ ഇറക്കിക്കൊണ്ടുവാ. പ്രിയമുള്ളവരെ, കൂടെയുള്ളവർ മറന്നാലും, സ്നേഹിതർ മാറി നിന്നാലും, കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മെ കൈവിട്ടാലും തക്ക സമയത്തോർത്ത് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കെങ്കിലും ഈ പ്രഭാതത്തിൽ വിഷമമോ വേദനയോ നിരാശയോ ഉണ്ടോ? ഞാൻ ഇത്രയും ചെയ്തിട്ടും, ഇത്രയും ഓടിയിട്ടും, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും പ്രവർത്തിച്ചിട്ടും, ഇത്രയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി എന്റെ സ്വയം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ നഷ്ടം സഹിച്ച് അവർക്ക് വേണ്ടി ചെയ്തിട്ടും എന്നെ ഒന്നും ഓർത്തില്ലല്ലോ, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, എന്നോട് അവര് സ്നേഹം കാണിച്ചില്ലല്ലോ, ഒന്നും വേണ്ട, ഒന്ന് നോക്കുകയെങ്കിലും ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അതൊന്നും ലഭ്യമാകാതെ നിരാശപ്പെടുന്നവരുണ്ടോ? നിരാശപ്പെടേണ്ട പ്രിയമുള്ളവരെ, ഇത് ലോകം അങ്ങനെയാണ്. ലോക സഹജമായ ലോകത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അവരവരുടെ കാര്യങ്ങൾ നേടി സാധിച്ചു കഴിയുമ്പോൾ വന്ന വഴി മറക്കുന്നവരാണ് ലോകവും പ്രിയപ്പെട്ടവരും ഒക്കെ. പിന്നെ അവർക്ക് എത്തിച്ചേരേണ്ട അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള കുതിപ്പും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ആരെ ചവിട്ടിയാലും, ആരെ ചവിട്ടി തേച്ചാലും അവർക്ക് അതൊന്നൊരു വിഷയമല്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. ഈ യെരിഹോ കോട്ട പിടിച്ചടക്കി അതിനെ തീയിട്ട് ചുട്ട് നശിപ്പിക്കുമ്പോൾ രാഹാബ് എന്ന വേശ്യ എന്ന് വേദപുസ്തകത്തിൽ ആവർത്തിച്ചെഴുതിയിരിക്കുന്ന ഈ സ്ത്രീയെ നിശ്ചയമായും മറന്നു കളയാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു, ആ കൂട്ടത്തിൽ കത്തിച്ചു കളയാമായിരുന്നു. പക്ഷേ ഒരു ദൈവ പൈതൽ അവരോട് പറഞ്ഞ വാഗ്ദത്തം, അവർക്ക് കൊടുത്ത വാക്ക്, ഹല്ലേലൂയ, യോശുവ എന്ന ദൈവദാസൻ തക്ക സമയത്തോർത്ത് അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ പോയി അവരെ വിളിച്ചുകൊണ്ടുവാ. അങ്ങനെ വന്ന് ഇസ്രയേൽ പാളയത്തിന് പുറത്ത് അവരെ താമസിപ്പിച്ച് അവരെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് ലോകബന്ധങ്ങളും ലോക സ്നേഹങ്ങളും സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നെ തൊടുന്ന കാര്യം വരുമ്പോൾ ബന്ധങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവരവരുടെ കാര്യം നോക്കി മുൻപോട്ട് പോകും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി നിന്നവരെ, പ്രവർത്തിച്ചവരെ, അധ്വാനിച്ചവരെ, പോരാടിയവരെ ഓർക്കുന്ന ഒരു ദൈവമാ. അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കുന്ന ഒരു ദൈവമാ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി, ദൈവാലയത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും ചിലവിട്ടതും അക്ഷീണ പരിശ്രമം ചെയ്തതും തമ്പുരാൻ കണക്കിട്ടിട്ടുണ്ട്. അതെ, തമ്പുരാന്റെ കണക്ക് പുസ്തകത്തിൽ അതെല്ലാം കൃത്യമായിട്ടുണ്ട്. അത് വേണ്ട സമയത്ത് അതിന്റെ പലിശ ഉൾപ്പെടെ നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. രാഹാബ് എന്ന ഒരു സ്ത്രീ ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് രാഹാബിന്റെ പേരൻസിനെയും
ചാർച്ചക്കാരെയും ഉൾപ്പെടെ ഒരു വലിയ വിടുതലിലേക്ക് നയിക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ നിശ്ചയമായും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ ഏത് വൻകരയിലായിരിക്കുന്നോ അവിടെ അവരെയും തമ്പുരാൻ പരിപാലിക്കട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം നിശ്ചയമായും പ്രതിഫലം നൽകും. പ്രത്യേക ഇന്ന് CBSEയുടെ 10th എക്സാം ആരംഭിക്കുകയാണ്. എന്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അവരെ പഠിപ്പിച്ച അധ്യാപകരെ, അവരെ പരീക്ഷയ്ക്കായി പ്രാർത്ഥനയുടെ ഒരുക്കുന്ന മാതാപിതാക്കളെ, അതെ, കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അധ്വാനം, കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ പഠനം, നിശ്ചയമായും ദൈവം അതോർക്കും, അവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ വേറെ ആർക്കും പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തമ്പുരാൻ വാഴ്ത്തി നുറുക്കി തരട്ടെ. എഴുതുവാനുള്ള കൃപ, ബലം, ആരോഗ്യം, ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ തമ്പുരാൻ നൽകി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കൃത്യമായ ആൻസർ കൊടുത്ത് റീചെക്ക് ചെയ്ത് പ്രാർത്ഥനയോടെ അതാത് ആൾക്കാർക്ക് കൈമാറി സബ്മിറ്റ് ചെയ്ത് മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ മുൻപോട്ടുള്ള ദിവസങ്ങളിൽ പല ക്ലാസ്സുകളിലെ എക്സാം ആരംഭിക്കുകയാണ്. പല പല സിലബസുകളിലായി, റീജിയണൽ സിലബസുകളിലായിട്ടൊക്കെ ആരംഭിക്കുന്ന പരീക്ഷകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയായി പോവുകയില്ല. നിങ്ങളുടെ അധ്വാനത്തിന് തമ്പുരാൻ ഫലം നൽകട്ടെ. അങ്ങനെ രാഹാബിനെ ഓർത്ത ദൈവം തക്ക ആ ദാസന്മാരെ തക്ക സമയത്ത് അയച്ച് അവരെ വിടുവിച്ചതുപോലെ ഇന്ന് പകൽ പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളെയും മറ്റ് വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ദൈവമക്കളെയും തമ്പുരാൻ മാനിച്ച് ഓർത്ത് വേണ്ട സമയത്ത് വേണ്ട വിടുതലയക്കട്ടെ. അങ്ങനെ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ഇന്നത്തെ ദിനം സ്വർഗീയ കൃപകളാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്തേ എന്ന് മുന്നമേ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. രാഹാബ് ഒറ്റുകാരെ പാർപ്പിക്കുകയും അവരെ സുരക്ഷിതമായി മടക്കി അയക്കുകയും ചെയ്തതിന്റെ ഫലമായി യെരിഹോവ് ഇസ്രായേൽ ജനത്തിന്റെ കരങ്ങളിൽ കിട്ടിയപ്പോൾ അവർ വന്ന വഴി മറക്കാതെ ആ രാഹാബിനെയും കുടുംബത്തെയും വിടുവിച്ച് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കോട്ടയ്ക്ക് തീയിട്ട വിവരം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളുടെ നിന്നും സഹായം നേടിയവർ, ഞങ്ങളെ കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുത്തവരൊക്കെ ഞങ്ങളെ മറന്നപ്പോൾ, ഞങ്ങളെ പല വിധങ്ങളിൽ തള്ളിക്കളഞ്ഞപ്പോൾ, ആര് തള്ളിയാലും ആര് മറന്നാലും ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾക്ക് വേണ്ടത് നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആ വലിയ ദൈവസ്നേഹം ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനായി സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക 2024-25 അക്കാഡമിക് ഇയറിന്റെ 10th CBSEയുടെ എക്സാം മുതൽ ഇന്ന് ആരംഭിക്കുന്ന എക്സാമിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാഹാബിനെ ഓർത്ത് പ്രതികൂലത്തിൽ നിന്ന് വിടുവിച്ച് അവളെ സ്വസ്ഥമായ പാളയത്തിൽ എത്തിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധ്വാനത്തെയും അവരുടെ കഷ്ടപ്പാടിനെയും അവരുടെ പ്രാർത്ഥനയും സ്വർഗം മാനിച്ച് കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഉന്നതമായ വിജയം നൽകി യേശു അപ്പച്ച ഞങ്ങളെ സഹായിച്ചുവെന്ന് അവര് സന്തോഷത്തോടെ സ്തോത്രത്തോടെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി സ്വർഗീയ സന്തോഷത്തോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ,
ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, രാഹാബിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മെക്കുറിച്ച് ആരൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കരുതിയാലും കരുതിയില്ലെങ്കിലും ആത്മാർത്ഥത കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും തമ്പുരാൻ തക്ക സമയത്ത് തൻ്റെ കരത്തെ നീട്ടിയിരിക്കും, വിടുവിച്ചിരിക്കും, കരുതിയിരിക്കും. അതുകൊണ്ട് മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്, കർത്താവിൽ ആശ്രയിച്ച് തക്ക സമയത്ത് എന്നെ വിടുവിക്കുവാൻ ഞാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം എന്നുള്ള വചനത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതെ, ഇന്ന് പരീക്ഷയ്ക്കായി പോകുന്ന കുഞ്ഞുങ്ങൾ, വിവിധ കാര്യങ്ങളായിട്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.